കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ KGOA കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു ഉദ്ഘാടനം ചെയ്തു. K രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. KP പ്രജിൻലാൽ രക്തസാക്ഷി പ്രമേയവും P രാജേഷ് കുമാർ അനുശോചന പ്രമേയവും ഡോക്ടർ വിക്രം കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി രാഘവൻ പാലായി, ജോയിന്റ് സെക്രട്ടറി രമേശൻ കോളിക്കര, ജില്ലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് ബാലൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B സുരേന്ദ്രൻ, അരുൺ ജോസ്, രാജേഷ് കുമാർ, P സുനിൽകുമാർ, S ദീപ്തി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ഡോക്ടർ വിക്രം കൃഷ്ണൻ പ്രസിഡന്റ്, D ദിവ്യ, V പ്രജിൻലാൽ വൈസ് പ്രസിഡന്റ്, P രാജേഷ് കുമാർ സെക്രട്ടറി, AV സജിത് കുമാർ ജോയിന്റ് സെക്രട്ടറി, KV ഹരിത ജോയിന്റ് സെക്രട്ടറി, KG ബോസ് ട്രഷറർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന് സമാപനം കുറിച്ച് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം ബാലസംഘം ജില്ലാ രക്ഷാധികാരി PK നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അഭിമാനബോധത്തോടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇന്ത്യയുടെ മുൻപിൽ തന്നെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചൊരു വിഭാഗമാണ് കേരളത്തിലെ സ്ത്രീ വിഭാഗം. ആ സ്ത്രീ സമൂഹത്തോട് പറയാണ്, ഇന്ത്യയിൽ സ്ത്രീകളെ ശക്തിപ്പെടുത്താൻ 2014 അധികാരത്തിൽ വരുന്ന കാലത്ത് പറഞ്ഞു, ഇവിടെ സ്ത്രീകൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു. സ്ത്രീകൾ അടുപ്പ് വിറക് കത്തിച്ച് പുക ശ്വസിച്ച് ശ്വാസം മുട്ടി പിടയുകയാണ് ഇന്ത്യയിൽ എന്നതാണ്. മതിയായ ഭക്ഷണമില്ലാതെ, കുടുംബത്തെ പരിപാലിക്കാൻ കഴിയാതെ, മതിയായ സുരക്ഷ ലഭിക്കാതെ, രാത്രിയും പകലും വ്യത്യാസമില്ലാതെ തെരുവുകളിൽ കൂടി ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധം വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് ഇന്ത്യയിലെ സ്ത്രീകൾ. ആ സ്ത്രീകളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ ഭരണത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഈ രാജ്യത്ത് നടത്തും എന്നാണ്. എന്നാൽ സംഭവിച്ചത് എന്താണ്? അധികാരത്തിൽ വന്നു, പുകയടുപ്പിൽ നിന്നും പുക ശ്വസിക്കുന്ന സ്ത്രീകൾക്ക് ഞങ്ങൾ സബ്സിഡി നിരക്കിൽ ഗ്യാസ് നൽകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. സബ്സിഡി നിരക്കിൽ ആദ്യം വന്നപാടെ ഗ്യാസ് നൽകി. ഇന്നത്തെ അവസ്ഥ എന്താ? ഇപ്പൊ പറയുന്നു, വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇടപെടും. ഇവിടത്തെ സ്ത്രീ വിഭാഗത്തെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കും. പറഞ്ഞതെന്താ? തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന് ജയിച്ചു വന്നാൽ ഉടനടി തന്നെ ഞങ്ങൾ സ്ത്രീകൾക്ക് അധികാര പദവിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്, അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കൃത്യമായ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇടപെടുമെന്നാണ്. 2014 വന്നു, 19 വരെ അത് നടപ്പിലാക്കപ്പെട്ടില്ല. 2024 തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വിളിച്ചു ചേർത്ത വളരെ രഹസ്യാത്മക സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ഇന്ത്യൻ പാർലമെന്റ് യോഗത്തിനകത്ത് വിളിച്ചു ചേർത്തിട്ട് പറയാണ്, വനിതാ സംവരണ ബിൽ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 10 വർഷത്തിൽ നടപ്പിലാക്കിയില്ല.